വാവ്, സൂപ്പർ. ഫോട്ടോസ് ഒക്കെ കിടുവായിട്ടുണ്ട്. റിയലി സർപ്രൈസിങ്. ഞാൻ ഇത്രയും ക്യൂട്ടാണോ എന്ന് എനിക്ക് എന്നെ ഡൗട്ട് തോന്നുന്നു. അപ്പോ ഇപ്പോഴെങ്കിലും സമ്മതിച്ചു അല്ലേ? ഭംഗിയുള്ളതിന് ഞാൻ കൂടുതൽ ഭംഗിയുള്ളതാക്കുമെന്ന്. ഓ ശരി, ഞാൻ സമ്മതിച്ചു. ഏയ്, എന്തുപറ്റി? കാല് വേദനിക്കുന്നു. വെയിറ്റ് വെയിറ്റ്, ആ കാലിങ്ങോട്ട് വെച്ചേ. എവിടെയാ? ഇവിടെയാണോ വേദന? ഇവിടെയാണോ? ഇവിടെ. അവിടെ അല്ല. ഇവിടെയാ? ആ അവിടെ തന്നെ, ഇവിടെ തന്നെ. അരുൺ, ആണുങ്ങള് പെണ്ണുങ്ങളുടെ കാല് പിടിക്കുന്ന സമയത്ത് ഷേമിങ് തോന്നാറില്ലേ? വേദന കുറഞ്ഞോ? കുറഞ്ഞോന്ന് ചോദിച്ച് നീ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. ഞാൻ നിന്റെ കാലില് പിടിച്ചിട്ട് പോലും ഇങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല കേട്ടോ. ഞാൻ നിന്നെ കുറിച്ചല്ല ചോദിച്ചത്, ഞാൻ വേറെ ആണുങ്ങളെ കുറിച്ചാ ചോദിച്ചത്. പറയ, പെണ്ണുങ്ങളുടെ കാല് പിടിക്കുന്ന സമയത്ത് ആണുങ്ങൾക്ക് ഷേമിങ് തോന്നാറുണ്ടോ? അങ്ങനെ കരുതേണ്ട കാര്യം എന്താ? ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ സത്യഭാമയുടെ കാലിൽ പിടിച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെയാ. ആക്ച്വലി എന്നെ പോലുള്ള ആണുങ്ങൾക്ക് നിങ്ങളുടെ കാലുകളിൽ പിടിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. എന്റെ അമ്മോ, സത്യാണോ? സത്യമാണെന്നേ. നിങ്ങൾ വാശി പിടിക്കുമ്പോൾ നിങ്ങളുടെ കാലിൽ പിടിക്കുന്നു, നിങ്ങളെ സമ്മതിപ്പിക്കാൻ വേണ്ടിയും കാലിൽ പിടിക്കുന്നു. ഇനി കല്യാണം കഴിഞ്ഞ ആണാണെങ്കിൽ ഭാര്യ തന്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറയുമ്പോ അപ്പോഴും കാലിൽ പിടിക്കും. കൂടുതൽ പറയുന്നത് എന്തിനാ? മറ്റേ കാര്യം തുടങ്ങുന്നത് തന്നെ കാലിൽ പിടിച്ചോണ്ടാ. ഞാൻ ചോദിച്ചത് ബെഡ്റൂമിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടക്കുന്ന കാര്യത്തെക്കുറിച്ചാ. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണെങ്കിൽ ആചാരം, കീഴ്വഴക്കങ്ങൾ, നാട്ടുനടപ്പ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. തലമുറ തലമുറയായിട്ടുള്ള നിങ്ങളുടെ അഹങ്കാരം തല നിറച്ചു ഈഗോയാ. ഹോ, ശരി ശരി, ലീവ് ഇറ്റ്. നമുക്ക് വേറെ ടോപ്പിക് സംസാരിക്കാം. കല്യാണത്തിന് മുൻപ് നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലായിരുന്നോ? ബോയ് ഫ്രണ്ട്, എ ഗേൾ നീഡ്സ് എ ബോയ് എന്ന് മനസ്സിലാക്കും മുമ്പേ എനിക്ക് കല്യാണം കഴിഞ്ഞു. അപ്പൊ നിന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടല്ലേ? എന്റെ ടീനേജ് ഏജില് കോളേജിലെ ചെറുക്കന്മാരൊക്കെ എന്നെ വായി നോക്കുന്നെന്ന് മനസ്സിലാക്കിയപ്പോ എനിക്ക് നല്ല സന്തോഷം തോന്നിയിട്ടുണ്ട്. എനിക്കൊരു ലവ് ലെറ്ററും കിട്ടിയിട്ടുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ. ഹീസ് ബാലാജി. യാ, യുനോ, അവൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നിന്നെ കാണുമ്പോൾ വീട്ടിലെ തുളസിച്ചെടിയെ പോലെയും അമ്പലത്തിലെ ദേവിയെപ്പോലെ പരിശുദ്ധയായിട്ട് തോന്നുമെന്ന്. വാവ്, അവൻ സത്യം തന്നെയല്ലേ പറഞ്ഞത്? അവനെ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ധൈര്യം ഉണ്ടായിരുന്നില്ല. കുറച്ചെങ്ങനെയൊക്കെയോ ധൈര്യം വന്നപ്പോഴത്തേനും എന്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം പിന്നെന്താ, ഹസ്ബൻഡ്, മോള്, പിന്നെ ഫാമിലി, പിന്നെ അമ്പലങ്ങളും. സോ അതിനുശേഷം നിനക്കൊരിക്കലും ജോലിക്കൊന്നും പോകാൻ തോന്നിയിട്ടില്ലേ? കല്യാണത്തിന് മുമ്പ് തന്നെ എന്റെ ഹസ്ബൻഡ് ഇട്ട കണ്ടീഷൻ അതായിരുന്നു, ഞാൻ ഒരിക്കലും ജോലിക്ക് പോകരുതെന്ന്. കല്യാണത്തിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത നീ പെട്ടെന്ന് നിന്റെ ലൈഫിലേക്ക് വന്ന ആളുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയത്? അന്ന് വരെ ആണുങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞ പാരന്റ്സ് തന്നെ മുൻപരിചയമില്ലാത്ത ഒരാളുമായിട്ട് ഫീലിങ്സ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഏത് പെണ്ണാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാ. പിന്നെ അങ്ങോട്ട് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ആയേ തീരൂ. ലൈഫിൽ ഫുള്ളും മെമ്മറബിൾ മൂമെന്റ് എന്നൊരു സാധനമല്ല. ഒരു സമയത്തും നല്ല ഫീലിങ്സ് ഉണ്ടാവില്ല. നീ വന്നതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ട കാര്യം തന്നെ ഞാൻ മറന്നുപോയി. അഞ്ജലി, ഈ പെണ്ണുങ്ങൾ എന്താ എപ്പോ നോക്കിയാലും വാ തോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? പെണ്ണുങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യണമെന്ന് നല്ല താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഷെയർ ചെയ്താൽ മാത്രമേ അവരുടെ ഇമോഷൻസിന് കംപ്ലീറ്റ്നെസ് കിട്ടൂ. അതുകൊണ്ടാ അവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാരൻസിനോട്, ഹസ്ബൻഡിനോട്, കുട്ടികളുടെ അടുത്ത്, സിബിലിങ്സിനോട്, ഒടുവില് നിന്നെ പോലെ ക്ലോസ് ആയിട്ട് ഇടപഴകുന്ന ചെറുക്കന്മാരോട്. അത് തന്നെയാ ഈ ആണുങ്ങളുടെ ബുദ്ധി. ആണുങ്ങൾ മോസ്റ്റ്ലി പെണ്ണുങ്ങളെ കുറിച്ചായിരിക്കും സംസാരിക്കുക. അങ്ങനെയാണോ? എങ്കിൽ പിന്നെ നീ ഇപ്പൊ എന്താ ആലോചിക്കുന്നേന്ന് പറഞ്ഞേ. പറയണോ? നിന്നെ ഇങ്ങനെ പിടിച്ച് പൊക്കാൻ തോന്നുന്നു.
സ്റ്റോപ്പ് സ്റ്റോപ്പ് വിട്. ഹേ നിന്നുണ്ടല്ലോ. ഈ ബക്കറ്റ് എടുക്കാതെ എന്നെ പിടിച്ച് നോക്കട്ടെ. അഞ്ജലി, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്നിട്ട് നീ എന്തായി ചെയ്യുന്നത്? അഞ്ജലി, അഞ്ജലി. നോ നോ അരുൺ. എന്നെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ? നോ അരുൺ. പ്ലീസ് അഞ്ജലി. What happened? മനസ്സിലാവാത്തത്? അഞ്ജലി, നിനക്ക് കിട്ടിയ നല്ലൊരു ചാൻസ് നീ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. ആ ലൈഫ് ഒട്ടും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടല്ലേ നീ നിന്റെ ഭർത്താവിനോടൊപ്പം ഹാപ്പി അല്ലാതിരിക്കുന്നത്? ശരിയായ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബത്തിൽ അകൽച്ച ഉണ്ടാവുമെന്ന് ഇവിടെയുള്ള പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധമെന്നത് ദാമ്പത്യത്തിൽ മാത്രമല്ല, ആഴമായ സ്നേഹത്തിലുണ്ട്. പക്ഷെ ലോകത്തുള്ള പല ആളുകളും ദാമ്പത്യ ജീവിതം ഇല്ലെങ്കിൽ അവർക്കിടയിൽ ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. 2 ആണുങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ, 2 പെണ്ണുങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ അവർക്കിടയിൽ ശാരീരിക ബന്ധം മാത്രമേ ഉള്ളൂ എന്ന താഴ്ന്ന ചിന്താഗതിയാ സമൂഹത്തിന്. നീ മനസ്സിലാക്കണം, ആഗ്രഹത്തിന്റെ പേരിൽ ഒരു നിമിഷത്തിന്റെ സുഖത്തിന് വേണ്ടി ക്യാരക്ടർ ഇല്ലാതാക്കി എന്റെ ജീവിതം നശിപ്പിക്കാൻ പറ്റില്ല. Are you crazy? Why can't you start a new life? ന്യൂ ലൈഫ് എന്ന് വെച്ചാൽ എന്താ? അത് കാണിച്ചു തരാൻ എനിക്കൊരു അവസരം താന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് കെഞ്ചിക്കൊണ്ടിരിക്കുക. നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം നീ ലൈഫിൽ ഒന്നിനെ കുറിച്ച് ഓർത്തും സങ്കടപ്പെടില്ല. ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇയാളെ കല്യാണം കഴിച്ചാൽ ഞാൻ സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടാവും, അയാളുടെ കൂടെ പോയാൽ എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷേ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ ജീവിതം എല്ലാവരുടെ അടുത്തും ഒരുപോലെ ആയിരിക്കും. അതാദ്യം അക്സെപ്റ്റ് ചെയ്യണം. വി ഹാവ് ടു മൂവ് ഓൺ. ബാക്കിയൊക്കെ നമ്മുടെ തോന്നൽ മാത്രം. 2 കുട്ടികളുടെ അമ്മയായ ഞാൻ എൻ്റെ ഭർത്താവിന് ഗുഡ് ബൈ പറഞ്ഞ് പുറത്തു വന്ന് ഞാനെന്ത് ചെയ്യാനാ? എൻ്റെ ലൈഫ് അത്രയ്ക്ക് ബോറൊന്നുമല്ല. ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. പുറത്തുപോയി ജോലി ചെയ്യുന്നവർ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടോ, ഞാനും അത്രയ്ക്കൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ലൈഫ് നല്ലതാണ്. ഐ എം ഓൾസോ ഹാപ്പി.
കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ മിഡിൽ ക്ലാസ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് സ്വന്തം വീട് പോലും ഉണ്ടായിരുന്നില്ല. വളരെ തുച്ഛമായ ശമ്പളത്തിന് എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് ഇത്രയും വലിയ വീട്, കാറ്, പദവി, അന്തസ്, നല്ല ലക്ഷറി ലൈഫ് എല്ലാം ഉണ്ട്. ഞങ്ങളൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നല്ല ഐഡന്റിറ്റി ഉണ്ട്, റെസ്പെക്റ്റ് തരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാ? എൻ്റെ ഹസ്ബൻഡ് കാരണം. പാവം മിഡിൽ ക്ലാസ് ആയി കഷ്ടപ്പെട്ട് പതുക്കെ പതുക്കെ മുന്നേറാൻ എത്ര ദിവസങ്ങൾ ഉറക്കം എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പോഴാ ഒരു നിലയിലെത്തിയത്. അദ്ദേഹത്തെ തെറ്റു പറയാനൊന്നുമില്ല. അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സ് മുഴുവൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നിന്റെ ഭർത്താവാണ്. നിന്നെപ്പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും. പക്ഷെ എന്താ, അദ്ദേഹം ജോലി ചെയ്ത് സമ്പാദിച്ച് എന്നെ ഹാപ്പി ആയിട്ട് നോക്കണമെന്ന് വിചാരിക്കുന്നു. ഹീസ് എ ഗുഡ് പേഴ്സൺ. എന്നെ ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചിട്ടില്ല. നീ നിന്റെ ഗേൾഫ്രണ്ട് രമ്യയെ സംശയിച്ചില്ലേ? പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കൽ പോലും എന്നെ സംശയിച്ചിട്ടില്ല. എന്നിരുന്നാലും എന്താന്ന് വെച്ചാൽ എനിക്കും ആഗ്രഹങ്ങളുണ്ടാവും. എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ബാറിലേക്ക് പോകും, ക്ലബിലേക്ക് പോകും. അവരെൻജോയ് ചെയ്യുന്നത് ഞാൻ ടിവിയിലോ സിനിമയിലോ കാണും. എനിക്കും അങ്ങനെയൊക്കെ ആയാൽ കൊള്ളാമെന്ന് തോന്നാറുണ്ട്. നീ തന്ന ടെൻഷൻ, കെയർ, നിന്റെ സംസാരം, നിന്റെ പ്രവൃത്തി എല്ലാം നിന്നോട് എനിക്ക് അട്രാക്ഷൻ ഉണ്ടാക്കി. പക്ഷേ ഇത് ശരിയല്ല. തിരമാലകൾ എപ്പോഴും കരയൊന്ന് തൊടാൻ വേണ്ടി തുള്ളിക്കൊണ്ടേയിരിക്കും. പക്ഷേ കരയിലെത്തിയാലോ മണലിൽ അലിഞ്ഞു പോകും. വീണ്ടും കടലിലെത്തി കടലിനോട് ചേർന്നാൽ മാത്രമേ അതിന് ജീവൻ കിട്ടൂ. അതുപോലെ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിച്ചാലേ എനിക്കൊരു വാല്യൂം സന്തോഷവും കിട്ടൂ. ആ സത്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതാ ഹലോ. എന്താ അഞ്ജലി, എത്ര നേരമായി ഞാൻ വിളിക്കണം? നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? എന്താ? ഒന്നുമില്ല, ഇന്ന് ഓഫീസിലൊരു സെമിനാർ ഉണ്ടായിരുന്നു. അതിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹു ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് വുമൺ ഇൻ യുവർ ലൈഫ് എന്നായിരുന്നു ആ ചോദ്യം. അതിന് ഓരോരുത്തരും പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മാത്രം അതെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് വാട്ട് മേക്സ് യുവർ ലൈഫ് സോ സ്ട്രോങ് എന്ന് ചോദിച്ചു. അതുകൊണ്ടാ ഞാൻ തന്നോട് ചോദിക്കണേ, വാട്ട് മേക്സ് യു സോ സ്ട്രോങ് അഞ്ജലി? ഞാൻ ഇത്ര ഇമോഷണലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് താൻ ഒത്തിരൊന്നും പറയാതെ മിണ്ടാതിരിക്കുക. നീ എൻ്റെ ജീവിതത്തിൽ വന്ന് പിന്നെ ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ വെരി സ്ട്രോങ് ആൻഡ് പെർഫെക്റ്റ് ഹ്യൂമൻ. A woman's strength is a power to say no. What? എവിടെയാ വായിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. കണ്ണിൽ കാണുന്ന സ്ഥലത്തേക്കൊക്കെ മനസ്സ് ചേക്കേറരുത്. അതേപോലെ മനസ്സ് പറയുന്ന ഓരോ വാക്കുകളും മനുഷ്യനും കേൾക്കരുത്. ആഗ്രഹങ്ങളെ ഉള്ളിൽ ഒതുക്കുന്നതാണ് ഒരു കുടുംബിനിയെ സ്ട്രോങ് ആക്കുന്നത്.